ഹായ് നമസ്കാരം, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് YAYUSIയുടെ ഒരു V9 ബ്ലൂടൂത്ത് സ്പീക്കറാണ്. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നത് banggood.comൽ നിന്നാണ്. ബാങ്ക്ഗുഡ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. അവരാണ് എനിക്ക് നേരിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നത്. ഇനി നമ്മുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര മികച്ച ഒരു പാക്കിംഗ് ഒന്നും തന്നെയല്ല. ഒരു ആവറേജ് പാക്കിംഗ് അത്രയേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം, എന്തൊക്കെയാണ് അകത്തുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുക അവരുടെ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കിട്ടിയ ഒരു യൂസർ മാനുവലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങാം. അടുത്തതായി നമുക്ക് ബോക്സിൽ നിന്ന് കിട്ടുക ഒരു USB കേബിളാണ്. നമ്മുടെ നോർമൽ മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജിങ് അഡാപ്റ്ററുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പീക്കർ നമുക്ക് ചാർജ് ചെയ്യാം. അതുകൂടാതെ നമുക്കൊരു ഓക്സ് കേബിൾ കൂടി ഈ ഒരു ബോക്സിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഓക്സ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഒക്കെ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് സ്പീക്കറിലേക്ക് എടുക്കാൻ സാധിക്കും. ശേഷം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റാണ് കിട്ടുക. പ്രൊഡക്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് പ്ലാസ്റ്റിക് കവർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ YAYUSIയുടെ V9 ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ സ്പീക്കറിന് ഏകദേശം 420 ഗ്രാം തൂക്കമുണ്ട്. ഇതിൻ്റെ ബോഡി അലൂമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഒരു കണ്ണാടിയാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് അതിലൂടെ നോക്കുമ്പോൾ എൻ്റെ റിഫ്ലക്ഷൻ, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കും. ഇനി മുകൾ വശം നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കാണാം. ഏറ്റവും സെൻട്രലായി നമുക്കൊരു പവർ ബട്ടൺ കാണാം. വലതും ഇടതും സൈഡിലായി വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടൺസ് ആണ്. താഴെയും മുകളിലുമായി നെക്സ്റ്റ്, പ്രീവിയസ് ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക് വശം നോക്കുകയാണെങ്കിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് കാണാം. അതുപോലെ ചാർജ് ചെയ്യാനുള്ള USB കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് കാണാം. മൂന്നാമതായി നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണുള്ളത്. അതുപോലെ സ്പീക്കറിൻ്റെ അടിവശം നോക്കുകയാണെങ്കിൽ നമുക്ക് YAYUSIയുടെ ഒരു ബ്രാൻഡിങ് കാണാം. അതുപോലെ ബാറ്ററി കപ്പാസിറ്റി കാണാം. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 1800 mAh ആണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് മുകളിലുള്ള പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സമയം കാണിച്ചുകൊണ്ടുള്ള ഒരു ക്ലോക്ക് ആയിരിക്കും ആദ്യം തന്നെ നമ്മുടെ മുമ്പിൽ വരിക. അവിടെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാം. തൊട്ട് മുകളിലായി ടെമ്പറേച്ചർ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെ സമയം തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും 1:41 എന്നാൽ ഇവിടെ 12:26 എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് അവിടെയുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ സമയം കൂട്ടണമെങ്കിൽ അവിടെ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ മണിക്കൂർ വീതം നമുക്ക് കൂട്ടാവുന്നതാണ്. അതിനുശേഷം ഒന്നും കൂടി അവിടെ നെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മിനിറ്റിലേക്ക് മാറാൻ സാധിക്കും. ഇനി മിനിറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നെക്സ്റ്റ് ബട്ടൺ അടിക്കുകയാണെങ്കിൽ 24 മണിക്കൂർ, 12 മണിക്കൂർ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 24 മണിക്കൂർ എന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നോർമൽ 12 മണിക്കൂർ എന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അവിടെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലാറം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ഇനി ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഉപയോഗിക്കേണ്ടെങ്കിൽ ഒരു ക്ലോക്ക് ആയിട്ട്, ഒരു നോർമൽ സമയം നോക്കുന്ന ഒരു ക്ലോക്ക് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ തന്നെ നമുക്ക് ഡുവൽ അലാറം സെറ്റപ്പ് ഉണ്ട്. അതായത് ഒരേ ടൈമിൽ തന്നെ നമുക്ക് 2 അലാറം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 1800 mAh ആണ്. ഫുള്ളായി ചാർജ് ആവാൻ ഏകദേശം 2.5 to 3 മണിക്കൂർ എടുക്കുന്നതാണ്. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇത് കണ്ടിന്യൂസ്ലി ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് എൻ്റെ ഈ സ്പീക്കറിനെ മൊബൈലുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് മുകളിലുള്ള പവർ ബട്ടൺ ഒരു 2 സെക്കൻഡ് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. അവിടെ ബ്ലൂ എന്ന് എഴുതി വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ തൊട്ടു താഴെയായി നിങ്ങൾക്കൊരു ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ കാണാം. ആ ഒരു ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ ഡിമ്മായി കളിക്കുന്നത് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് ഡിവൈസുമായിട്ടാണോ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത് ആ ഒരു ഡിവൈസിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ മൊബൈലുമായിട്ടാണ് എൻ്റെ ഈ ഒരു സ്പീക്കർ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നു. ശേഷം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ഡിവൈസിൽ V9 എന്ന് പറയുന്ന ഒരു ഡിവൈസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡിവൈസും മൊബൈലുമായിട്ട് പെയർ ചെയ്യുക. ഇപ്പോൾ രണ്ടും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഫോണിൽ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മുടെ സ്പീക്കർ ഏതെങ്കിലും ഒരു ഡിവൈസുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓഡിയോയോ വീഡിയോയോ ഒക്കെ പ്ലേ ചെയ്യിക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം നമുക്ക് നമ്മുടെ സ്പീക്കറിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് അവിടെ വോളിയം കൂട്ടാനുള്ള പ്ലസ് ബട്ടണും വോളിയം കുറയ്ക്കാനുള്ള മൈനസ് ബട്ടണും ഉണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഏതെങ്കിലും ഒരു ഡിവൈസുമായി ബ്ലൂടൂത്ത് വഴി കണക്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ സ്റ്റാൻഡ് ബൈ രീതിയിലായിരിക്കും ഉണ്ടാവുക, ഡിമായി കളിക്കത്തില്ല. എന്നാൽ ബ്ലൂടൂത്തുമായി കണക്റ്റ് ആവാത്ത സമയത്തായിരിക്കും ആ ഒരു ബ്ലൂടൂത്തിൻ്റെ ഐക്കൺ ഡിമായി കളിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെമ്മറി കാർഡ് ഡയറക്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ബാക്കിലൊരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. ജസ്റ്റ് അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ മെമ്മറി കാർഡ് ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ TF എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. ശേഷം നമ്മുടെ മെമ്മറി കാർഡിലുള്ള സോങ്ങുകളൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കൂടെ ഒരു ഓക്സ് കേബിൾ കൂടി ലഭിക്കുന്നതാണ്. ഈ ഒരു ഓക്സ് കേബിൾ ഉപയോഗിച്ച് നമ്മുടെ സ്പീക്കർ മറ്റേതൊരു ഡിവൈസിലേക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ YAYUSIയുടെ V9 ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളും ഫീച്ചറുകളൊക്കെ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് അടിയിലായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ബാങ്കുഡിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് നേരിട്ട് തന്നെ വാങ്ങാവുന്നതാണ്. അതുപോലെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ആ ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% കിഴിവോടെ ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, അരുൺ.